നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോകൾക്കായാലും ഫോട്ടോകൾക്കായാലും ലെറ്റ്സ് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലെറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ലെറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോട്ടോകൾക്കാണെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ലൈറ്റ് റൂം ഉപയോഗിച്ചൊക്കെ നമ്മൾ ലെറ്റ്സ് ആഡ് ചെയ്യും. വീഡിയോക്കാണെങ്കിൽ അഡോബ് പ്രീമിയർ FCP ഒക്കെ വെച്ചാണ് നമ്മൾ ലെറ്റ്സ് ആഡ് ചെയ്യാറുള്ളത്. അതുപോലെ കളർ കറക്ഷനൊക്കെ ഇതിലൂടെ ചെയ്യാൻ കഴിയും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്ന അതേപോലെ തന്നെ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ലെറ്റ്സ് ആഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ കഴിയും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്: ഓപ്പൺ ഗാലറി, ടേക്ക് എ ഷോട്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ഗാലറി എന്നെടുത്ത് ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയിൽ നിന്നെടുത്ത ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത്, അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ബേസിക് എന്നും ലെറ്റ് എന്നും രണ്ട് ഓപ്ഷൻസ് മേലെ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് അടിയിലുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്: ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, വൈറ്റ് ബാലൻസ്. നമുക്ക് ബ്രൈറ്റ്നസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ വീഡിയോയുടെ ബ്രൈറ്റ്നസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്നൊക്കെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അധികം ബ്രൈറ്റ്നസ് കൂട്ടിയാൽ നമ്മുടെ വീഡിയോ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. പോകാൻ മീൻസ് ഗ്രെയിൻസൊക്കെ വന്ന് രസമില്ലാതെയാവും. അപ്പോൾ അത് 0-ലിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്താണ് കോൺട്രാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ഇങ്ങനെ കൂടുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ ലോ ലൈറ്റിലൊക്കെയാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ലോ ലൈറ്റിൽ നമുക്ക് കോൺട്രാസ്റ്റ് കുറക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എനിക്കൊക്കെ അങ്ങനെയാണ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. വൈറ്റ് ബാലൻസ് എന്ന് അല്ല 3ാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ അത് മേലേക്ക് കൂട്ടുന്ന സമയത്ത് നമുക്കൊരു വാം ടൂണാണ് കിട്ടുന്നത്. ഒരു വാം ആയിട്ടുള്ള ഒരു ടൂണ്. പിന്നെ നമുക്ക് ഇത് അടിയിലേക്ക് വരുന്ന സമയത്ത് ഒരു കൂൾ ടൂണാണ് വരുന്നത്. ഒരു നീല മേലൊരു ടൂണാണ് വരുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ബേസിക്കിലുള്ളത്. നമുക്ക് ലെറ്റ് എന്ന് എടുത്ത് നോക്കാം. ലെറ്റ് എന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ ഇനി നെറ്റ് കണക്ഷൻ വേണം. എന്നാലേ നമുക്ക് ഇതിൽ ലെറ്റ്സൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലെറ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ലെറ്റ്സ് പാക്കുകൾ കാണാം. എഡിറ്റേഴ്സ് പിക്ക്, മൊബൈൽ വീക്ക്ലി, ഗ്രേഡിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ പാക്സ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ ഇതിൽ കുറേ ഫിൽറ്റേഴ്സ് പോലെ കുറേ ലെറ്റ്സ് കാണാം. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മൾ വീഡിയോക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിൽ വന്ന് അവിടെ മറ്റേ ഗ്രൂപ്പിൽ നിന്നോ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് ലെറ്റ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ലെറ്റ്സ് ആഡ് ചെയ്യാതെ ഞാൻ സാധാ മൊബൈൽ ക്യാമറയിൽ എടുത്താണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട അതേ വീഡിയോ ലെറ്റ്സ് ആഡ് ചെയ്ത് വെച്ചതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോകൾ തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ കഴിയും. കുറച്ചും കൂടെ നമുക്ക് ഇപ്പോൾ നമ്മൾ നാട്ടിൽ എടുത്തൊരു വീഡിയോ ആണെങ്കിൽ അത് നമ്മൾ വേറെ ഏതൊരു രാജ്യത്തെടുത്ത വീഡിയോൻ്റെ പോലെ ആക്കാൻ നമുക്ക് ലെറ്റ്സ് ആഡ് ചെയ്യുന്നതിൽ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും ഈ ലെറ്റ്സ് ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ നമ്മളെ വീഡിയോ ഒന്ന് ക്വാളിറ്റി കൂടിയ പോലെ അല്ലെങ്കിൽ ഒരു മാറിയ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഈ വീഡിയോ നമുക്ക് സേവ് ചെയ്യാനായി മുകളിലൊരു ടിക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിലിപ്പോൾ നമുക്ക് ഷെയർ വിത്ത് ഫ്രണ്ട്സ് എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സേവ് ടു ഗാലറി എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഗാലറിക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോക്കാൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.